മുസ്ലിം ലീഗ് വയനാടിനായി പ്രഖ്യാപിച്ച ആപ്പ് വഴിയുള്ള ധനസമാഹരണ പദ്ധതിക്ക് പിന്തുണയുമായി ജോയ് മാത്യുവും ഷാജൻ സ്കറിയയും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ലീഗിന്റെ ഫോർ വയനാട് എന്ന ആപ്പിന് പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കെയാണ് നടനും സംവിധായകനുമായ ജോയ് മാത്യു പിന്തുണയറിയിച്ച് രംഗത്ത് വരികയും ലീഗിന്റെ ആപ്പ് വഴി ഫണ്ട് നൽകുകയും ചെയ്തത്. ദുരിതർക്ക് ആശ്വാസം നൽകാനായിരിക്കണം ദുരിതാശ്വാസ ഫണ്ടുകൾ. അതിലേക്ക് നൽകുന്നവനും അതിൽ നിന്ന് സ്വീകരിക്കുന്നവനും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം. ഇന്നത്തെ കാലത്ത് ഡിജിറ്റലായി കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ മുസ്ലിം ലീഗ് അത് നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കിയെന്നും തങ്ങൾ കാലത്തിനൊപ്പമാണെന്ന് തെളിയിച്ചുവെന്നും ഫോർ വയനാട് എന്ന ആപ്പിലൂടെയുള്ള ദുരിതാശ്വാസ നിധി സമാഹരണം സുതാര്യമായി തോന്നിയതായും ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം വയനാട് ദുരിതബാധിതർക്ക് 1 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനും മറുനാടൻ മലയാളി എഡിറ്ററുമായ ഷാജൻ സ്കറിയ രംഗത്തു വന്നത്. നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപ്പിരിവാണെന്നും അവർ അത് കൃത്യമായി അർഹരിൽ എത്തിക്കുമെന്നും ഷാജൻ സ്കറിയ പറഞ്ഞു. ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും. ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപ്പിരിവിനോടാണ് എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട്. കൊടുത്ത ചരിത്രമുണ്ട്, കൊടുക്കുമെന്ന് ഉറപ്പുണ്ട്. ജനപിന്തുണ കൂടി വരുന്ന ലീഗിന്റെ പദ്ധതിയിലൂടെ ഇതുവരെ 7,30,00,000-ലധികം രൂപ സമാഹരിക്കാൻ സാധിച്ചു. ഈ മാസം 15 വരെയാണ് ആപ്പ് വഴിയുള്ള ക്യാമ്പയിൻ ലീഗ് പ്രഖ്യാപിച്ചത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 100 വീട് നിർമ്മിച്ചു നൽകുമെന്നും സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു.